ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു സൂത്രം കൊണ്ടാണ്. ചപ്പാത്തി വെച്ചിട്ട് ഒരു മിക്സ്ഡ് നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ കഴിഞ്ഞില്ലേ കൂട്ടുകാരാ? എൻ്റെ തന്നെ ഞാൻ എങ്ങനെ പുകഴ്ത്തി പറയും. സ്വയം തള്ളാന്ന് വിചാരിക്കരുത്. സൂപ്പറാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജുസ് കിച്ചൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് പിള്ളേരെ പറ്റിക്കാനുള്ള ഒരു സൂത്രം കൊണ്ടാണ്. അപ്പോൾ പിള്ളേർ എന്തിനാ പറ്റിക്കണമെന്ന് വയ്ക്കും, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ ചില ബിരുദന്മാരും ബിരുദത്തികളും ഉണ്ട്. ചപ്പാത്തി പോലുള്ള എന്തെങ്കിലും സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അപ്പം ന്യൂട്ടല വേണം, അല്ലെങ്കിൽ ജാം വേണം, അല്ലാതെ വെജിറ്റബിൾസ് ഒന്നും ഇവരുടെ ഉള്ളിൽ പോകില്ല, ഒന്നുമില്ല. അത് മാത്രം കഴിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ കറി കൂട്ടൂല. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല, നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് എൻ്റെ അടുത്ത് വേറെ ഇപ്പോൾ ചപ്പാത്തി ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ പിള്ളേർ കഴിക്കാത്ത പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഞാൻ 2 ചപ്പാത്തി എടുക്കാൻ പോവാണ്. 2 ചപ്പാത്തി ഞാൻ ഒന്ന് പരത്തി എടുക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഇപ്പോൾ ചപ്പാത്തി പ്രസ്സൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടം ചപ്പാത്തി പരത്തി എടുക്കുന്നത് തന്നെയാണ്. എന്താണെന്നാവും. അപ്പോൾ ഒരു ചപ്പാത്തിയായി, അത് മാറ്റിയിടാം. അടുത്തതും കൂടി പരത്തിയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മെസ്സേജ് കണ്ടു. ഏത് ഡിഷിലാണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. നമ്മുടെ മഞ്ജുസ് കിച്ചൻ്റെ കമൻറ്റ് ബോക്സിലാണേ എഴുതിയിരിക്കുന്നത്. ഞാൻ എന്തോ പറഞ്ഞത്, നല്ല ക്ഷമയോടുകൂടി നിന്ന് കുറേ സമയം എടുത്ത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ കുറേ നേരം വായിച്ചിട്ടായിട്ട് എനിക്ക് ആ കമൻറ്റ് മനസ്സിലായത്. ചേച്ചി നല്ലോണം ക്ഷമയോടുകൂടി ക്ഷമ ഞങ്ങൾ കണ്ടതാ ബിഗ് ബോസിൽ നിന്ന്. ഇതുവരെ കഴിഞ്ഞില്ലേ കൂട്ടുകാരാ? നേരം വെളുത്ത് അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ്. ഇപ്പോഴും എൻ്റെ ബിഗ് ബോസിലെ ജീവിതം നോക്കിയിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോയിക്കൂടെ? ഞാൻ എൻ്റെ വഴിക്ക് ജീവിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ തല എവിടെയെങ്കിലും കാണുമ്പോഴത്തേനും ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞിട്ട് വരാം. ഞാൻ ആ പൈസയും കൊണ്ട് വീട് വെച്ചു. കഷ്ടം. പിന്നെ എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ സഹതാപം വരും. ഒന്നും ചെയ്യാനില്ലാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കാത്ത ആൾക്കാരാണേ. 2 വർഷത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ബിഗ് ബോസിൽ തന്നെ നിൽക്കുക. അപ്പം നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്താണ്, അതാണ്, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ 2 ചപ്പാത്തിയും പത്തിക്കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ പലകയൊക്കെ മാറ്റാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി 2 എണ്ണം പരത്തി. ഇനി ഞാൻ പറയാം, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി വെച്ചിട്ട് ഒരു മിക്സ്ഡ് നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പിള്ളേർക്ക് വെജിറ്റബിൾസ് ആകും. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കനോ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും ഇതിനകത്ത് ഇടാം. പിള്ളേർ ആ നൂഡിൽസിൻ്റെ എഫക്റ്റോടുകൂടി അത് കഴിക്കുകയും ചെയ്യും. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ചപ്പാത്തിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. അപ്പം നമ്മുടെ 2 ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു മുട്ട നമുക്കൊന്ന് ചിക്കിയെടുക്കാം. എണ്ണ ഒഴിക്കാതെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് പറയാനോ പ്രവർത്തിക്കാനോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ
മിക്സഡ് നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ചപ്പാത്തി വെച്ചിട്ട് മിക്സഡ് നൂഡിൽസ്. ഈ മുട്ടയിൽ ഒന്നും ഇടാതെ ചിക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് അല്ലേ? ഉള്ളി ഒന്നും ഇടാതെ. എനിക്കിതിൻ്റെ മണം കേൾക്കുമ്പോഴേ വാരി തിന്നാൻ തോന്നുന്നു. സത്യത്തിൽ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. 2 മുട്ടയുണ്ട് കേട്ടോ ഇത്. അപ്പോൾ മുട്ട ചിക്കി കഴിഞ്ഞേ ഇനിയുള്ള പരിപാടിയിൽ പടപെടാന്ന് കേട്ടോ. ഇനി ഒന്നും നോക്കാനില്ല. അപ്പോൾ നമ്മുടെ മുട്ട ചിക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ചപ്പാത്തിയുടെ സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കുവാണേ. ഇനി നമ്മൾ നൂഡിൽസിലേക്ക് കിടക്കാൻ പോവാം. ആദ്യമേ തന്നെ വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. സ്വാഭാവികമായിട്ട് കുനുകുനാന്നറിഞ്ഞ വെളുത്തുള്ളി, ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്. ഇനി നമുക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് റെഡും ഗ്രീനും ക്യാപ്സിക്കം ആണ്. അതിടാം. ഇതിനകത്ത് ക്യാരറ്റ് ഇടാം, ക്യാബേജ് ഇടാം. എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇടാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം, കാരണം നമ്മൾ സോസ് ഒഴിക്കാനുള്ളതാണ്. സോസിന് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഒരു പൊടിക്ക് ഉപ്പിട്ടാൽ മതിയാവേ. നമ്മൾ ഡിഷ് ഇപ്പം കഴിയും. ഇതിലേക്ക് നമുക്ക് ചിക്കൻ നമ്മൾ പുഴുങ്ങിയെടുത്ത ചിക്കനാണ്. അടുത്ത് നമുക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി മസ്റ്റല്ല, പിള്ളേർക്ക് വേണമെങ്കിൽ മതി. ഞാൻ എന്തായാലും ഒരു ലേശം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് സോസുകൾ ഒഴിക്കാം കേട്ടോ. നമ്മൾ മുട്ട ലാസ്റ്റ് ഇട്ടാൽ മതിയേ. ടൊമാറ്റോ സോസ് ഒരു 2.5 സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ ചില്ലി സോസ്, 1/4 സ്പൂൺ സോയ സോസ്. ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, എരിവുണ്ട്, എല്ലാം പാകത്തിനാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ലേശം ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കണം. 2 സ്പൂൺ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പരിപാടി. നമ്മൾ ഇതുവരെ നൂഡിൽസ് ഇട്ടില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ നൂഡിൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ റോൾ ചെയ്യണം. ഇങ്ങനെ റോൾ ചെയ്തൊന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതുണ്ടാവുമെങ്കിൽ അതുകൊണ്ട് ചെയ്യണേ. സിസേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ സിസേഴ്സ് എടുത്തില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മളിതിനെ മുറിച്ച് ഇതിലേക്ക് ഇടും. ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഇതാകുമ്പോൾ പിള്ളേർ ചപ്പാത്തിയും കഴിക്കും, വെജിറ്റബിളും കഴിക്കും,
ചപ്പാത്തിയും നൂഡിൽസ് പോലെ ഇതിലേക്ക് നോക്കിയിട്ടേ. ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇടാം. ഇത് പിള്ളേരെ പറ്റിക്കാനാന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ആക്ച്വലി ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞാൽ പിള്ളേർ ഇത്ര നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സീരിയസ്ലി നല്ല ഡിഷാണ്, എല്ലാവരും കഴിച്ചു നോക്കണേ. അപ്പോൾ ഇത് ആരെ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നേ? ഇവിടെ ഇന്നൊന്നില്ല ഏലംവിളിയാ, ആരെങ്കിലുമൊക്കെ വാ. സംഭവം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഖിൽ വരുന്നുണ്ട്. അഖിൽ കടന്നു വരേണ്ടതാണ്. ഇതാണ് അഖിൽ. നീ ഇന്നാൾ വേറെ എന്താണ് ടേസ്റ്റ് ചെയ്തില്ലേടാ? നല്ലായിരുന്നില്ലേ അത്? നീ അടുത്ത് വാ. ഇപ്പൊ ഇതെന്താന്നറിയാമോ? ഒന്നും മനസ്സിലായില്ല. ഇതൊരു മിക്സഡ് നൂഡിൽസ് ആണ്. നൂഡിൽസ് എന്താണെന്നുള്ളത് നീ പറയണം. ഇതിനകത്ത് ഇട്ടേക്കുന്ന നൂഡിൽസ് എന്താണെന്നുള്ളത് നീ പറയണം. എന്ത് നൂഡിൽസ് ആണ് ഇട്ടേക്കണേന്ന്. റിസ്ക് ആണ്, എന്നാലും പറഞ്ഞോ. എടുക്ക്. ഇവനൊക്കെ തിന്നാനും അറിയാൻ പാടില്ല. എടുത്തൊക്കെ നമ്മളിങ്ങനെ നോക്കിയൊക്കെ കൊടുത്ത ഊതിയിട്ട് കഴിക്കണം. വാപൊള്ളിയിട്ട് എന്നൊന്നും പറയരുത്. ഒന്നും മനസ്സിലായില്ല. എടാ ഇത് ചപ്പാത്തി വെച്ചിട്ടുണ്ട് ചെയ്തതാ നമ്മള്. നിനക്ക് സംഭവം ഇഷ്ടപ്പെട്ടാ? നല്ലതല്ലേ? അന്ന് അത് പറ അങ്ങോട്ട്. ഞാൻ ഈ വായിലോട്ട് നോക്കി നിക്കണ എന്ത് കാര്യത്തിനാ പിന്നെ? പറ. ഓ അതങ്ങ് സുഖിച്ചു കേട്ടോ. ഞാൻ എന്റെ തന്നെ ഞാൻ എങ്ങനെ പുകഴ്ത്തി പറയും? സ്വയം തള്ളാന്ന് വിചാരിക്കരുത്. സൂപ്പറാ. ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം. ഇതും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. അപ്പം മഞ്ജുസ് കിച്ചൻ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു ഡിഷുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ തിരിച്ച് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ, ടേക്ക് കെയർ.